നമ്മളുടെ ഒരു സ്വകാര്യ ഫോട്ടോയോ ഒരു വീഡിയോയോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ റിമൂവ് ചെയ്യും, നമ്മൾ അതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സൂയിസൈഡ്സും മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഇത് കാരണം ഉണ്ടായിട്ടുണ്ട്. stopncii.org എന്നൊരു സേവനം ഉപയോഗിച്ച് നമുക്കിതിനെ ഈസിയായി ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഏതൊക്കെ വീഡിയോസ് സോഷ്യൽ മീഡിയാസിലുണ്ടോ അതിനെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും ഈ സേവനം ഉപയോഗിക്കാൻ സാധിക്കും. ഇനി 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, stopncii.org എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിനകത്ത് ക്രിയേറ്റ് കേസ് എന്നൊരു ഓപ്ഷൻ വരും. ക്രിയേറ്റ് കേസ് എന്ന ഓപ്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചോദിക്കും, അത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഏത് ഫോട്ടോ ആണോ ഏത് വീഡിയോ ആണോ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത് ആ വീഡിയോ ചോദിക്കും. നമ്മളുടെ കയ്യിൽ ആ വീഡിയോ നമ്മുടെ ഗാലറിക്കകത്തുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഗാലറിക്കകത്തോട്ട് ഷോ ചെയ്ത് കൊടുക്കണം. ഇതാണ് വീഡിയോ എന്ന രീതിയിൽ നമുക്ക് ആ പാത്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഓട്ടോമാറ്റിക്കലി ഇതിനെ ഡീകോഡ് ചെയ്തൊരു ഡിജിറ്റൽ ഹാഷോ ഒരു ഡിജിറ്റൽ കണ്ടന്റ് ആയിട്ട് മാറ്റും. അതായത് ജസ്റ്റ് ഒരു കോഡഡ് കണ്ടന്റ് ആയിട്ട് മാറ്റും. ആ ഡിജിറ്റൽ കോഡ് മാത്രമേ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് സെൻഡ് ചെയ്യത്തുള്ളൂ. ഒരിക്കലും നമ്മുടെ ഫോട്ടോസ് അവരുടെ ഒരു ഡൊമൈനിലേക്കും അപ്ലോഡ് ചെയ്യത്തില്ല. അതിൻ്റെ ഒരു ഡിജിറ്റൽ ഹാഷ് മാത്രം അവർ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും അവർ ഇത് സെൻഡ് ചെയ്യും. ഇതിന് മാച്ചപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോസോ വീഡിയോസോ വന്നു കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള കമാൻഡും കൊടുക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇനി വേറൊരാൾ നമ്മുടെ ഒരു ഫോട്ടോ വേറെ ആൾ ഡൗൺലോഡ് ചെയ്തു, അയാൾ വീണ്ടും അത് റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു? അതിനെ നമുക്കിവിടെ ഇവിടെ നമ്മൾ ആ ഡിജിറ്റൽ ഹാഷ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പം ആരത് അതിൻ്റെ എന്ത് ഫോർമാറ്റിൽ അവരത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ എല്ലാം ഡീകോഡ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും.